കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പ്രധാന പങ്കാളിയായ ടീകോമിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ ദുരൂഹതയോ? ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനം കരാറിന് വിരുദ്ധം എന്നാണ് രേഖകൾ പറയുന്നത്. 2007 കരാർ അനുസരിച്ച് പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോം കമ്പനിയിൽ നിന്നാണ്. ടീകോമിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ വൻ അഴിമതി എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ഇതിൽ ദുരൂഹതയുണ്ട്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടം. ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടീകോം കത്ത് നൽകിയിരുന്നുവെന്നും പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചു പിടിക്കുന്നത് എന്നുമാണ് സർക്കാരിന്റെ വാദം. പതിറ്റാണ്ടുകളോളം കാത്തിരുന്നാലും യാഥാർത്ഥ്യമാക്കില്ലെന്ന് പലരും കരുതിയ പല പദ്ധതികളും അവരുടെ തന്നെ കൺമുന്നിൽ യാഥാർത്ഥ്യമാവുകയാണ്. പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റി ദേശീയപാതയുമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന IT കോറിഡോർ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ഭാവി കേരളത്തിനായുള്ള ഈടുവെപ്പുകൾ. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അപ്പോൾ ഈ കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ എടുക്കുന്ന തീരുമാനമനുസരിച്ചല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കൈമാറിയ 246 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനും പദ്ധതിയുടെ പ്രധാനപ്പെട്ട സംരംഭകരായ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ചത്. നഷ്ടപരിഹാരം നൽകുന്നതിനെ പറ്റി പഠിക്കാനായി ഒരു സമിതിയെ നിയോഗിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേറ്ററെ നിയമിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് 2007 ഈ ടീകോമുമായി ഒപ്പുവെച്ച സ്മാർട്ട് സിറ്റി കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കരാറിലെ 722 ക്ലോസ് പ്രകാരം ഈ പദ്ധതിയുടെ കാര്യത്തിൽ ടീകോം വീഴ്ച വരുത്തുകയാണെങ്കിൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അതായത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഴ്ച വരുത്തിയാൽ ആ നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ഈ ക്ലോസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 82,000 ബിൽറ്റപ്പ് സ്പേസും അതിൽ ഇത്ര നിശ്ചിത ശതമാനം IT അനുബന്ധ വ്യവസായങ്ങൾക്കുമായി നീക്കിവെക്കണമെന്ന വ്യവസ്ഥ പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ 90,000 തൊഴിലവസരം എന്ന വ്യവസ്ഥ പാലിക്കണം. ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിലാണ് ടീകോം നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥയുള്ളത്. ഇത് പാലിച്ചില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നെന്ന് ടീകോം അറിയിച്ചിരിക്കുന്നു. എന്നിട്ടും അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരമൊരു നഷ്ടപരിഹാരം കണക്കാക്കാനായി ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേറ്റർ നിയമിക്കുന്നു. ഇൻഡിപെൻഡന്റ് വാല്യുവേറ്റർ നിയമിക്കുന്ന കാര്യം ഈ ക്ലോസിലുണ്ട്. അത് പക്ഷേ വീഴ്ച വരുത്തുന്നവർക്ക് ഇവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനാണ്. എന്നാൽ വീഴ്ച വരുത്തിയ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കാനായി വാല്യുവേറ്ററെ നിയമിച്ച വിചിത്രമായ തീരുമാനമാണ് വന്നിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്നത്. ഉന്മേഷ്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.